വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ 200-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിടുന്നത്. ആദ്യം ഇസ്രായേൽ സേന തന്നെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം IRGCയുടെ പ്രസ്താവനയും വന്നു. ഹസൻ നസ്രുള്ളയുടെയും അതേപോലെ തന്നെ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെയും വധിച്ചതിനുള്ള തിരിച്ചടി എന്ന പേരിലാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് വരുന്നത്. എല്ലാ ആളുകളോടും ഒരേ സമയത്ത് ബങ്കറുകളിലേക്ക് പോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. അങ്ങനെ ഈ നിരവധി ആളുകൾ ഈ ബങ്കറുകളിലേക്ക് പോകുന്നതിനിടയിൽ പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. അപ്പോൾ 1 മണിക്കൂറോളം സമയം പൂർണ്ണമായും ഇസ്രായേൽ നിശ്ചലമായ ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിട്ടും അമേരിക്കയും അതേപോലെ തന്നെ ബ്രിട്ടനും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ ഒരുക്കിയിരുന്നു. അതിനെ എല്ലാം കവച്ചു വെച്ചുകൊണ്ടും ഇറാൻ്റെ പല ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേൽ പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടുകൂടിയാണ് വളരെ ആശങ്കാകുലമായ മണിക്കൂറുകൾ കടന്നുപോയത്. പക്ഷേ 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഇറാൻ തന്നെ അറിയിച്ചു, ഞങ്ങളുടെ ആക്രമണം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ലക്ഷ്യം ഇത്രമാത്രമാണ്, ഇനി ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതം ഇസ്രായേൽ നേരിടേണ്ടി വരും എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, തങ്ങൾ ലക്ഷ്യം വെച്ചത് മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെയും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ സൈനിക സംവിധാനങ്ങളെയുമാണ്, 3 സൈനിക ആസ്ഥാനങ്ങളെയുമാണ് എന്ന് ഇറാൻ്റെ സൈനിക മേധാവി പറയുക കൂടെ ഉണ്ടായി. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ അതിപ്പോഴുള്ള രൂപത്തിലായിരിക്കില്ല, കുറച്ചുകൂടി മാരകമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി പറഞ്ഞുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ ഈ ആക്രമണം അവസാനിപ്പിക്കുകയാണ് എന്ന സന്ദേശം നൽകിയത്. തൊട്ടുടനെ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബങ്കറുകളിൽ നിന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യമുണ്ട് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. അങ്ങനെ സാധാരണ രീതിയിലേക്ക് പോയി. ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ല ഇറാൻ്റെ ആക്രമണത്തിൽ, എല്ലാത്തിനെയും തങ്ങൾ പ്രതിരോധിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഒപ്പം അമേരിക്കയുടെ പ്രസ്താവനയും വന്നു, എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കി കൊടുത്തു, മെഡിറ്ററേനിയൻ കടലിൽ പ്രത്യേകമായി വെച്ചിട്ടുള്ള കടലിൽ നിന്ന് വ്യോമപ്രതിരോധ സംവിധാനത്തിൽ നിന്ന് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തടഞ്ഞിട്ടു എന്ന ഒരു അവകാശവാദം കൂടി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ അതിനുശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഒരു സന്ദേശം നൽകുന്നത്. ഈ ആക്രമണത്തിന് വലിയ വില ഇറാൻ നൽകേണ്ടി വരും, തങ്ങളുടെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള തരത്തിൽ ഒരു പ്രസ്താവന വരുന്നു. സുഹൈൽ, അതിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് ഇറാന്റെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കിയതാണ് ഇത് മൊസാദിന്റെ സൈനിക കേന്ദ്രങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടന്നത്. ഒരു തുടർ ആക്രമണം ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഒരു വലിയ യുദ്ധകാഹളം മുഴക്കുകയല്ല, മറിച്ച് ഇറാന് സ്വാഭാവികമായും ഇസ്മായിൽ ഹനിയയുടെയും ഒപ്പം തന്നെ ഹിസ്ബുല്ല തലവന്റെയും ഒക്കെ മരണത്തിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക കൂടിയാണ്. മാത്രമല്ല, ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് പറയുന്നു. പക്ഷേ ഈ നിലയ്ക്ക് പോകുമ്പോൾ ഇപ്പോൾ തന്നെ ലെബനനുമായും യമനുമായും ഒക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അത്തരമൊരു ഇറാനെ കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യക്ഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇസ്രായേൽ എത്ര കണ്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട്? പ്രത്യേകിച്ച് ഇന്നിപ്പോൾ UN രക്ഷാസമിതിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊന്നും UN ഇക്കാര്യങ്ങളിൽ അധികം ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും തീരുമാനിക്കുന്നതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും അമേരിക്കയുടെ കൂടെ ഈ കാര്യത്തിലുള്ള നീക്കം വളരെ നിർണായകമായിരിക്കും, അല്ലേ? തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടായിരുന്നു ഇസ്മായിൽ ഹനിയ വധം എന്ന് പറയുന്നത്. തങ്ങളുടെ ഒരു അതിഥിയായി ടെഹ്റാനിലെത്തിയ വ്യക്തിയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സി സംഘടന എന്നറിയപ്പെടുന്ന ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തിയത്. ഈ ഹിസ്ബുള്ളയുടെ നിരവധി നേതാക്കളെ 10-ലധികം വരുന്ന സൈനിക നേതൃത്വത്തെയും ഇസ്രായേൽ ഇല്ലാതാക്കി കഴിഞ്ഞു, കരയുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയും എന്തുകൊണ്ടാണ് ഇറാൻ അനങ്ങാത്തത് എന്ന് ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ സമ്മർദ്ദമുണ്ടായ ഒരു ഘട്ടത്തിലാണ് ഒരു ആക്രമണം നടത്തി എന്ന ഒരു പ്രതീതി ഇറാൻ സൃഷ്ടിക്കുന്നത്. ഇത്രയും മിസൈലുകൾ വിടുന്നത് ആളുകളെ കൊലപ്പെടുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ സാധാരണക്കാരെ ഇസ്രായേൽ ആളുകളെ കൊലപ്പെടുത്തുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല എന്നും കൂടി പറയുന്നത്. താൽക്കാലികമായി അത് അവസാനിച്ചു എന്നും പറയുന്നത്. ഇതിനുള്ള പ്രതികരണം, ഇസ്രായേലിൻ്റെ പ്രതികരണം എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള മേഖലാ യുദ്ധം എന്നതടക്കമുള്ള കാര്യങ്ങൾ. കാരണം ഇറാൻ്റെ ഈ ആക്രമണത്തിന് താൽക്കാലികമായി തിരിച്ചടി നൽകാതെ, നേരത്തെ നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രൂപത്തിലുള്ള ഒരു ആക്രമണം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയിരുന്നു. അന്ന് ഒരു തിരിച്ചടി, നേരിട്ടൊരു യുദ്ധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. അതേ രൂപത്തിലാണ് നിൽക്കുന്നത്. അതല്ല, വലിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ ഇറാനെ കൂടി കളത്തിലിറക്കി, അപ്പുറത്ത് അമേരിക്കയെയും അതേപോലെ തന്നെ സഖ്യകക്ഷികളെയും നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറക്കി ഈ ഒരു സംഘർഷം കനപ്പിക്കാനാണോ ഇസ്രായേലിൻ്റെ താല്പര്യം എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കും. UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിനും ഈ സംഘർഷത്തെ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അമേരിക്കയുടെയും
സഖ്യകക്ഷികളുടെയും പ്രധാനപ്പെട്ട UN സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു പക്ഷത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഇസ്രായേലിനുണ്ട്. വേണമെങ്കിൽ ആ പക്ഷത്തിന് അമേരിക്കക്ക് വേണമെങ്കിൽ വിചാരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാവുന്നതാണ് ഈ ഗസ യുദ്ധവും അതേപോലെ തന്നെ അതിനനുബന്ധമായുള്ള കാര്യങ്ങളും. കാരണം ലക്ഷക്കണക്കിന് ബില്യൺ ഡോളറും അതേപോലെ തന്നെ സൈനിക സഹായവും നൽകുന്നത് അമേരിക്കയാണ്. പക്ഷേ അമേരിക്ക ഇതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു. സ്വാഭാവികമായും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അമേരിക്ക സംഘർഷത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു, UN സെക്യൂരിറ്റി കൗൺസിൽ ഇടപെടുന്നു, ഈ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി നെതന്യാഹുവിനോട് ഇടപെടുന്നു എന്നുള്ള വാർത്തകളാണ് പൊതുവെ സൃഷ്ടിക്കുന്നത്. പക്ഷേ അതിൻ്റെ അടിത്തട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണ നൽകുന്ന ഇറാനെയോ ഹിസ്ബുള്ളയെയോ ഹമാസിനെയോ അല്ലെങ്കിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ആക്രമണങ്ങളെ എല്ലാത്തിനെയും പൂർണ്ണമായി പിന്തുണ നൽകുന്ന അമേരിക്കയാണ് ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായി ഒരു സമാധാനത്തിലേക്ക് വരാൻ ആരെങ്കിലും ഇടപെടുമെന്നോ ഏതെങ്കിലും തരത്തിൽ UN സെക്യൂരിറ്റി കൗൺസിൽ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്താരാഷ്ട്രീയ ഇടപെടൽ കൊണ്ടോ ഈ യുദ്ധം അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ ഒരു വാർഷികം അത് വരാനിരിക്കുകയാണ്. ഈ ആഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പശ്ചിമേഷ്യൻ നിരീക്ഷകർ പറയുന്നത്.